കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. 1 കൊരിന്തോസ് 10-ാം അധ്യായം 13 വരെയുള്ള തിരുവചനങ്ങൾ ഇങ്ങനെ വ്യക്തമാക്കുന്നു: മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തനാണ്. നിങ്ങളുടെ ശക്തിക്കതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ദൈവ സാന്നിധ്യം നമ്മുടെ പ്രതികൂലങ്ങളെ തകർത്തു മാറ്റും. ദൈവ സാന്നിധ്യം നമ്മുടെ ആകുലതകളെ അകറ്റും. ദൈവ സാന്നിധ്യം നമ്മുടെ നിരാശയെ മാറ്റി പ്രത്യാശയുള്ളതാക്കി തീർക്കും. ദൈവ സാന്നിധ്യം നമ്മുടെ കുടുംബങ്ങളെ കൂടുതൽ ഉറപ്പുള്ളതാക്കി മാറ്റും. ദൈവ സാന്നിധ്യം സമാധാനവും സന്തോഷവും നൽകിക്കൊണ്ട് നമ്മെ അനുഗ്രഹിക്കും. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടാകണമേ. അങ്ങയുടെ സാന്നിധ്യം എൻ്റെ കുടുംബത്തിൽ ഉണ്ടാകണമേ. അങ്ങയുടെ സാന്നിധ്യം എൻ്റെ ജീവിതത്തിലുടനീളം ഉണ്ടാകുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്നേഹമുള്ളവരെ, ദൈവ സാന്നിധ്യം കഴുകനെ പോലെ ചിറകടിച്ചുയരുവാൻ നമ്മെ സഹായിക്കുന്നു. നമ്മുടെ തളർച്ചയെ മാറ്റി ക്ഷീണത്തെ അകറ്റി ദൈവിക ബലം ദൈവം നമുക്ക് നൽകും. ഹബക്കൂക്ക് പ്രവാചകൻ തന്റെ പ്രതികൂല സാഹചര്യത്തിലും വിളിച്ചു പറഞ്ഞു: കർത്താവായ ദൈവമാണ് എന്റെ ബലം. കലമാന്റെ പാദങ്ങൾക്കെന്ന പോലെ അവിടുന്ന് എന്റെ പാദങ്ങൾക്ക് വേഗത നൽകി. ഉന്നതങ്ങളിൽ അവിടുന്ന് എന്നെ നടത്തുന്നു. സ്നേഹമുള്ളവരെ, പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ നാം തകർന്നു പോകാതെ അവയെ അതിജീവിക്കുവാനുള്ള ശക്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കും. നമ്മെ വഴി നടത്തുന്ന നമ്മുടെ കർത്താവായ യേശുവിന് നന്ദി പറഞ്ഞുകൊണ്ട് വിശ്വാസത്തോടെ അവിടുത്തെ സന്നിധിയിൽ നമുക്ക് കടന്നു ചെല്ലാം. നമ്മുടെ പ്രതികൂലങ്ങളിൽ നമ്മെ സഹായിക്കുന്ന നമ്മുടെ കർത്താവായ യേശു, അവിടുത്തെ സാന്നിധ്യം നമുക്ക് തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടുത്തെ മഹത്വപ്പെടുത്താം. നീ എന്നെ നടത്തും വിധങ്ങൾ എത്രയോ അത്ഭുതമേ. നീ എന്നെ നടത്തും വഴികൾ എത്രയോ അതിശയമേ. ഓ എൻ്റെ യേശു, നീ എന്നെ നടത്തും വിധങ്ങൾ എത്രയോ അത്ഭുതമേ. നീ എന്നെ നടത്തും വഴികൾ എത്രയോ അതിശയമേ. നമ്മുടെ വിഷമഘട്ടങ്ങളിൽ സാന്ത്വനമായി അവിടുന്ന് നമ്മുടെ അരികെ വരും. നമ്മുടെ പാപങ്ങൾ മാറ്റി രക്ഷ നൽകുന്ന നമ്മുടെ ദൈവത്തെ ഈ നിമിഷം നമുക്ക് മഹത്വപ്പെടുത്താം. അവിടത്തേക്ക് നന്ദി പറയാം. എൻ്റെ യേശുവേ, ഞാൻ അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരുന്നു. എന്നെ സഹായിക്കണമേ. കണ്ണുനീർ തൂവുന്ന നേരം സാന്ത്വനമായി വരുമരികിൽ. കണ്ണുനീർ തൂവുന്ന നേരം സാന്ത്വനമായി വരുമരികിൽ. എൻ്റെ വിലാപം മാറ്റിയവൻ സന്തോഷം നൽകിയിടുമേ. എൻ്റെ വിലാപം മാറ്റിയവൻ സന്തോഷം നൽകിയിടുമേ. നീ എന്നെ നടത്തും വിധങ്ങൾ എത്രയോ അത്ഭുതമേ. നീ എന്നെ നടത്തും വഴികൾ എത്രയോ അതിശയമേ. നമ്മുടെ ജീവിതത്തിലെ നാം തളർന്നു പോകുന്ന മേഖലകളിൽ നമ്മെ സഹായിക്കുന്ന നമ്മുടെ കർത്താവായ യേശു, നമ്മുടെ രോഗങ്ങളിൽ സൗഖ്യം നൽകുന്ന നമ്മുടെ ദൈവം, ആ കർത്താവിൻ്റെ സന്നിധിയിൽ പൂർണ്ണമായും നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ,
അങ്ങയുടെ സാന്നിധ്യം കടന്നു വരണമേ. വേളകൾ വരുമ്പോൾ സഹായം നൽകിടുമേശു. ശോധന വേളകൾ വരുമ്പോൾ സഹായം നൽകിടുമേശു. രോഗത്താൽ ക്ഷയിച്ചിടുമ്പോൾ ശക്തി പകർന്നിടുമേ. ഓ എന്റെ കർത്താവേ, രോഗത്താൽ ക്ഷയിച്ചിടുമ്പോൾ ശക്തി പകർന്നിടുമേ. നീ എന്നെ നടത്തും വിധങ്ങൾ എത്രയോ അത്ഭുതമേ. നീ എന്നെ നടത്തും വഴികൾ എത്രയോ അതിശയമേ. ആമേൻ. ഹല്ലേലൂയ. നീ എന്നെ നടത്തും വിധങ്ങൾ എത്രയോ അത്ഭുതമേ. നീ എന്നെ നടത്തും വഴികൾ എത്രയോ അതിശയമേ. ഇന്ന് നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രതികൂല ഘട്ടങ്ങളിലും കർത്താവ് നമ്മെ സഹായിക്കുകയും നമ്മുടെ ആവശ്യങ്ങളിൽ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.